ഇതിന് ശേഷമാണ് പോലീസ് പറയുന്നത്. ഒരു പ്രിപ്പറേഷൻസ് ഈ വിഷയത്തിൽ ഉണ്ടായിട്ടുണ്ട് എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. ഈ പ്രതിയുമായി ബന്ധപ്പെട്ടിട്ട് പ്രതി നടത്തിയ പ്രിപ്പറേഷനുമായി ബന്ധപ്പെട്ടിട്ടുള്ള എല്ലാ കാര്യങ്ങളും അന്വേഷണ പരിധിയിലുള്ള കാര്യങ്ങളാണ്. അത് കൂടുതൽ അന്വേഷണത്തിന്റെ ഭാഗമായിട്ട് നമുക്ക് ഗോവിന്ദച്ചാമിയെ പിടികൂടിയതിൽ ആശ്വാസമുണ്ടെന്ന് സൗമ്യയുടെ അമ്മ. ഇവരൊക്കെ പുറം ലോകം കണ്ടാൽ മറ്റു പെൺകുട്ടികൾക്കും ഇതേ അവസ്ഥയുണ്ടാകും. ഗോവിന്ദച്ചാമിയെ പിടികൂടിയവരോട് നന്ദി പറഞ്ഞ സൗമ്യയുടെ അമ്മ. ഗോവിന്ദച്ചാമി ജയിലിൽ ചാടിയതിന് പിന്നിൽ മറ്റു പലരുടെയും സഹായം ഉണ്ടായിരിക്കാമെന്നും അമ്മ പറഞ്ഞു. അത് വലിയൊരു സന്തോഷമുള്ള ഒരു കാര്യമാണ്, മനുഷ്യന് ഒരു ആശ്വാസമുള്ള കാര്യമാണ്. കാരണം ഇവനെ പോലുള്ള ഓരോരുത്തർ ജയിലിൽ ചാടിയെടുത്ത ഒരു അവസ്ഥ എന്താണ്? ഇവനെ ജയിലിൽ ചാടിയിട്ടുണ്ടെങ്കിൽ ഓരോ പെൺകുട്ടികളുടെയും ജീവിതം ഓർത്തിട്ട് ഞാൻ എത്ര നേരം തിന്നാണ്. ഇവൻ ജയിലിൽ ചാടി കഴിഞ്ഞാൽ എത്ര പെൺകുട്ടികളുടെ ജീവിതം നശിക്കും, എത്ര പെൺകുട്ടികൾ എന്ത് ചെയ്യുന്നുള്ളത്. എന്തായാലും ഇവനെ പിടിച്ച ആൾക്കാരോടാണ് ആദ്യം നന്ദി പറയുന്നത്. ഞാൻ തുടക്കം മുതലേ പറഞ്ഞില്ലേ, അവ കണ്ണൂര് വിടാനുള്ള സമയം ആയിട്ടില്ല. കണ്ണൂരുള്ള ജനങ്ങളും വലിയ വലിയ ഉദ്യോഗസ്ഥന്മാര് പോലീസുകാരും ഇറങ്ങിയിട്ടുണ്ട്. പിടിക്കപ്പെടും, അതെന്തായാലും പിടിക്കപ്പെടും. ഇനി ഇവനെ പിടിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, ഇവന് സുരക്ഷിത കൊടുത്തിട്ടില്ലെങ്കിൽ ഇതിലപ്പുറം ചെയ്തു കൂട്ടും. സൗമ്യ വധക്കേസ് പ്രതി ഗോവിന്ദച്ചാമിയുടെ ജയിൽ ചാട്ടത്തിൽ പ്രതികരിച്ച് ജയിൽ ഉപദേശക സമിതി അംഗം പി ജയരാജൻ. വിഷയം ഗൗരവമായി അന്വേഷിക്കണമെന്നും പി ജയരാജൻ പറഞ്ഞു. എന്നാൽ ജയിൽ